ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും പ്രഭാത വചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോമ്പിൻ്റെ 13-ാമത്തെ ദിവസമായ ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യാശയുള്ള ജീവിതം. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 7 മുതൽ നാം വായിക്കുമ്പോൾ അതിൽ നാം കാണുന്നത്, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവരുന്നില്ല, ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനുമുണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. ഈ യാഥാർത്ഥ്യം മറന്നിട്ട് നാം പ്രവർത്തിക്കുന്നതിനാൽ ദൈവത്തിൽ നിന്നും കൃപകൾ ലഭിക്കാതെ വഞ്ചിതരാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും അതൊന്നും തന്നെ കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. ദേഹവും ദേഹിയും ഇവിടെ വിട്ടിട്ട് നാം നമ്മുടെ ആത്മാവിനെ നിത്യസ്ഥാനത്തേക്ക് യാത്രയാക്കുകയാണ് ചെയ്യുന്നത്. അവിടെ സ്വർഗത്തിൽ നിക്ഷേപം ഇല്ല എങ്കിൽ നാം ദരിദ്രനും തുല്യം ആകുകയും അവിടെ നിന്ന് നരകത്തിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പോവർട്ടി ആൻഡ് ഇഗ്നറൻസ് വിച്ച് ആർ ദി റൂട്ട്സ് ഓഫ് ഓൾ ക്രൈം ആൻഡ് ഡിസോർഡർ. പോവർട്ടി എന്ന് പറഞ്ഞത് ആത്മാവിൻ്റെ ദാരിദ്ര്യം, അതായത് സ്വർഗത്തിൽ നിക്ഷേപമില്ലായ്മ ആണ് ഇവിടുത്തെ പോവർട്ടി എന്ന് പറയുന്നത്. ഇഗ്നറൻസ് എന്ന് ഉദ്ദേശിച്ചത് ഈ ലോക ജീവിത സുഖത്തിന് വേണ്ടി നാം നമ്മുടെ നിത്യജീവനുള്ള ആത്മാവിനെ ദരിദ്രനായി ഉപേക്ഷിക്കുന്ന ആ അവസ്ഥയാണ്. അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് പറയുന്നത് പോവർട്ടി ആൻഡ് ഇഗ്നറൻസ് വിച്ച് ആർ ദി റൂട്ട്സ് ഓഫ് ഓൾ ക്രൈം ആൻഡ് ഡിസോർഡർ എന്ന്. ഈ ലോക ജീവിത സുഖത്തിന് വേണ്ടി വിശ്വാസത്തിൽ നിന്നും തിരിഞ്ഞ് നമ്മൾ അല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വഴുതി വീഴുന്നതായി നാം ഓരോരുത്തരും കാണുന്നു. നിന്നെ ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനാണ് എന്നത് നാം മറന്നുപോവുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രത്യാഘാതമാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ലോകത്തിൽ അനുഭവിക്കുന്നത്. അത് തിരിച്ചറിയേണ്ടതായ സമയം കഴിഞ്ഞിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 14 മുതൽ നാം വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഇന്നത്തെ സമയമനുസരിച്ച് ഉദ്ബോധിപ്പിക്കുന്നത്, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിൽ എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൻ്റെ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകല വിദ്വേഷവും വിട്ടകലുവീൻ എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമുക്ക് ഉള്ള കർത്തവ്യം ശരിക്കും നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കർമ്മം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുന്നുണ്ടോ? ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്നുണ്ടോ? ബലഹീനരെ താങ്ങുന്നുണ്ടോ? എല്ലാവരോടും ക്ഷമിക്കുന്നുണ്ടോ? തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? നാം ചെയ്യുന്നത് തിന്മയാണ്, എന്നാൽ നാം എന്താണ് ചെയ്യേണ്ടത്? അത് നന്മ മാത്രം ആയിരിക്കണം എന്ന് ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ദൈവം ആഗ്രഹിക്കുന്നത് അതാണല്ലോ. ആത്മാവിനെ കെടുക്കരുത്. കേരളത്തിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. കാരണം നമ്മുടെ ജീവിത ശൈലിയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഹൂ ആം ഐ എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് നാം നമ്മെ തന്നെ ശോധന ചെയ്യാത്തത് കൊണ്ട്, മറ്റുള്ളവരുമായിട്ട് മത്സര ബുദ്ധിയോടുകൂടി നാം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ഇന്ന് ആത്മഹത്യയിലേക്ക്
തള്ളപ്പെടുന്നതായ ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് വന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല എങ്കിൽ അതൊക്കെയും ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വലിയ കടക്കണിയിലേക്ക് ചെന്ന് പെട്ടതിന് ശേഷം തെറ്റായ ജീവിത രീതി കൊണ്ട് സംഭവിക്കുന്നത് ലാസ്റ്റിൽ അവനവൻ്റെ ആത്മാവിനെ കെടുക്കുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ നാം ഒരിക്കലും പ്രവചനം തുച്ഛിക്കരുത് എന്ന് പറയുന്ന ആ തിരുവചനം നമ്മൾ മറക്കുവാൻ പാടില്ല. ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവീൻ എന്നാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 4 അധ്യായം 7 വാക്യത്തിൽ പ്രകാരം പറയുന്ന, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചിരിക്കുന്നത്. നമ്മളെ അശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല ദൈവം നമ്മെ വിളിക്കുന്നത്, പിന്നെയോ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. നിങ്ങൾ വചനത്തെ തുച്ഛീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനുഷ്യരെ അല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനെയാണ് തുച്ഛീകരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രയോജനം ഉണ്ടാകുകയില്ല, അനുഗ്രഹങ്ങൾ പ്രാപിക്കില്ല. ആയതിനാൽ അന്യോന്യം ഭോഷ്ക് പറയാതെ സ്നേഹിക്കുകയും നല്ലത് പറയുവാൻ ശീലിക്കുകയും ചെയ്താൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. നോമ്പിൻ്റെ ഈ 13ാമത്തെ ദിവസമായ ഇന്ന് നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തുവാൻ ഇതുവരെ പറ്റിയില്ല എങ്കിൽ അത് തിരുത്തി നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് സമർപ്പിച്ച് അവൻ്റെ തൃപാദത്തിൽ ഇരുന്നു കൊണ്ട് അവർ ചെയ്തതായ തെറ്റുകളെ ആവർത്തിക്കാതിരിക്കുവാനുള്ള സൽബുദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തി ആത്മാവിൻ്റെ ഒരു തീർത്ഥാടനം, അതായത് ഈ നോമ്പ് ആത്മാവിൻ്റെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തീർത്ഥാടനമായിട്ട് മുമ്പോട്ട് അതിനെ കൊണ്ടുവന്നുകൊണ്ട് അത് പ്രകാരം ജീവിക്കുവാൻ സംഗതിയാകുന്നതിന് വേണ്ടിയിട്ട് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എപ്പോഴും സന്തോഷിക്കുകയും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയും നന്മ മാത്രം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.